കോയമ്പത്തൂരിൽ ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവനിവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാരേജിൻ്റെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങ് ദൂരെ കുറേ മലയെ കാണാം. നമ്മൾ വന്ന വഴിയും ഒരുപാട് മലയൊക്കെ കണ്ട് നമ്മുടെ ഉക്കടം ലേക്കും ആ ഒരു ഭാഗത്തൂടെയാണ് വന്നത്. അപ്പോൾ ഗ്യാരേജിൽ കുറച്ച് ഹോണ്ട സിറ്റിയും 2-3 ഹോണ്ട സിറ്റി കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വർക്ക് തീർത്തിട്ട് നമ്മൾ നേരെ GD കാർ മ്യൂസിയം കാണാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് GD കാർ മ്യൂസിയത്തിൽ വെച്ച് കാണാം. നമ്മളപ്പോൾ നമ്മുടെ GD കാർ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറാണ്. 125 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഇത്ര രൂപ ഞാൻ പണ്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നത്. അതിൽ 75 രൂപ എന്തോ കാണിച്ചോളൂ. ഇവിടെ ഫുള്ള് റിനോവേറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. റേറ്റൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. 125 രൂപ ഒരാൾക്ക്. ഇവിടെ കാർ മ്യൂസിയം മാത്രമല്ല, സയൻസും അതുപോലെ തന്നെ പല മ്യൂസിയംസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു ഷോപ്പ് കാണാം. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസും പിന്നെ ടോയ്സും ബുക്സൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ നമുക്കിതിലെ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് കുറേ വാൾ പോസ്റ്റർ കാണാം. പഴയ കാലത്തെ വീലും ഓരോ ടൈപ്പ് വീലും അതിനെപ്പറ്റി ഓരോ സംഭവങ്ങളൊക്കെ എഴുതിയേക്കുന്നതാണ്. അറ്റം വരെ അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കാർസിനെ പറ്റിയൊരു ഹിസ്റ്ററി പിന്നെ മ്യൂസിയത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഇങ്ങനെ പോസ്റ്ററിൽ വെച്ചേക്കണ കാണാം. ഇവിടെ വരുമ്പോൾ ചെറിയ ഡൈകാസ്റ്റ് മോഡൽസൊക്കെ വെച്ചേക്കണതാണ്. പിന്നെ ഒരുപാട് ബുക്സ് ഓരോ വണ്ടീനെ പറ്റിയും ഓരോ കാര്യങ്ങൾ ചെയ്യണെ പറ്റി ഹൗ ടു റീസ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുക്സൊക്കെ വെച്ചേക്കണതാണ്. ഇവിടെ നമുക്ക് എൻജിൻ്റെ ഓരോ പാർട്സും അതുപോലെ തന്നെ വണ്ടിയുടെ ഓരോ പാർട്സ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണതാണ്. സ്റ്റിയറിങ്, അതുപോലെ തന്നെ ആക്സിൽ, സസ്പെൻഷൻ, പിന്നെ ഇവിടെ വരുമ്പോൾ ഗിയർ ബോക്സ്, പിന്നെ ഒരു എൻജിൻ, അങ്ങനെ പലതരം എൻജിനും എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഇട്ടേക്കണതാണ്. ഇവിടെ തൊട്ട് നമ്മുടെ കാറുകളുടെ ഒരു ഡിസ്പ്ലേ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് നമുക്കിവിടെ ഒരു മസ്ദ RX 8 കാണാം. ഇന്ത്യയിലൊന്നും അധികം കാണാത്തൊരു വണ്ടിയാണത്. നല്ല അടിപൊളിയായിട്ട് പോളിഷൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും ഈ ഒരു ലൈറ്റിങ്ങിൽ ഈ ഒരു വിൻറ്റേജ് വണ്ടിയൊക്കെ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പഴയ വിൻറ്റേജ് കാർസും നമ്മുടെ പഴയ ബീറ്റിലും ടൊയോട്ട സെറ കിടപ്പുണ്ട്. സെറ നമ്മുടെ പഴയ ബട്ടർഫ്ലൈ ഡോർസൊക്കെ ആയിട്ടുള്ളൊരു വണ്ടി. അതും നമ്മുടെ KL വണ്ടിയാണ് ഗൈസ്, തൃശ്ശൂർ വണ്ടി. ഇവിടെ ഒരു പകുതിയായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് മോഡൽ ഏതാണെന്ന് വെച്ചാൽ വോക്സ്വാഗൻ വേരിയൻറ്റ് ടൈപ്പ് 3 എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഓരോ വണ്ടി ഏതാ മോഡൽ പിന്നെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിലൊരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു പഴയ ഒരു സിട്രോൻ്റെ വണ്ടി കാണാം. പിന്നെ ഇവിടെ നമ്മുടെ പഴയ മിസ്റ്റർ ബീൻ കാറില്ലേ, മിസ്റ്റർ ബീൻ്റെ ആ മിനി കൂപ്പർ ആദ്യമായിട്ട് ഞാൻ നേരിട്ടാണ്. അതും നമുക്കിവിടെ കാണാം. പക്ഷെ എന്താ നീളം നോക്കി, അടിപൊളി. ഇതൊരു കാഡിലാക്കിൻ്റെ ഒരു ലിമസീനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അന്യായ ലെങ്ത്താണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടൊരു ലിമസിൻ നേരിട്ടാണത്. ഒരു അടിപൊളി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വൈൻ ഗ്ലാസ്സൊക്കെ ഇരിക്കണതാണ്. ലെങ്ത്ത് നോക്കി അന്യായ ലെങ്ത്താണ് കേട്ടോ. ഇതും KL01 വണ്ടിയാണ് ഗൈസ്. KL01 ഇതൊക്കെ ആരാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് തെറ്റി. പിന്നെ ഇവിടെ ഒരു സിട്രോൻ്റെ ഒരു പഴയ ഒരു സെഡാൻ കാണാം. സിട്രോൺ XM എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ വേണ്ട, ഒരു വെറൈറ്റി ഡിസൈനാണ്. പിന്നെ ഗ്ലാസ്സിൽ വണ്ടിയുടെ ഓണറിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ ഗിവിങ് ദിസ് കാർ ടു ദി മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓരോ വണ്ടിയുടെ ബാക്കിലും അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഞാനതിപ്പോഴാണ് കാണുന്നത്. അടുപ്പിച്ച് ഫുള്ള് പൂഷോ അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ വണ്ടികളാണ് ഈ ഒരു ലൈനപ്പ് ഫുള്ള്.
ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു KL രജിസ്ട്രേഷൻ വണ്ടി കാണാം, ഒരു വോക്സ് വാഗൻ ബീറ്റിൽ. അങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ടൊയോട്ട സെറ, നമ്മുടെ ബട്ടർഫ്ലൈ ഡോറൊക്കെ വെച്ച് അതിൻ്റെ ഡാഷ്ബോർഡ് ഒരു കിഡിലൻ ഡിസൈനുണ്ട്. പഴയ വണ്ടിയുടെ ഡിസൈനാണ് ശരിക്കും അടിപൊളി. ഇപ്പോഴത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു യൂണിക് ഡിസൈനാണ് ഓരോ വണ്ടി. ഇപ്പോഴത്തെ പോലെ എല്ലാ വണ്ടിയും ടൈലൈറ്റ് ഒരു വര അത്രയല്ലേ ഉള്ളൂ. ഇത് ഇവിടെ ഒരു സുബാറു ആണ്, നമ്മുടെ SS80 പോലെ ഇരിക്കും, പക്ഷേ ഇതൊരു സുബാറുയുടെ വണ്ടിയാണ്. സുബാറു റെക്സ് എന്ന് പറഞ്ഞ മോഡൽ. ഹിസ്പാനോ സുയിസ എന്ന് പറഞ്ഞൊരു വണ്ടി കിടപ്പുണ്ട്. ഇത് സൈസ് നോക്കി. ഈ വണ്ടിയുടെ നീളവും ഈ വണ്ടിയുടെ ഒരു ഹൈറ്റുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. BMW ഒരു ബൈക്കാണ്, BMW C1 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഒരു വെറൈറ്റി ലുക്കാണ്. ഇതൊക്കെ 2000 ആ ഒരു വർഷത്തെ വണ്ടിയാണ്. ഒരു സിറ്റി EL എന്ന് പറഞ്ഞൊരു പഴയ ഒരു ഇലക്ട്രിക് കാറാണോ എന്ന് ചോദിച്ചാൽ കാറാണ്, പക്ഷേ 3 ടയർ വണ്ടിയാണ്. നമ്മുടെ GD നായിഡു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുത്തൊരു വണ്ടിയാണ്, പുള്ളിയുടെ തന്നെ വണ്ടിയാണ്. നമുക്കിവിടെ എഴുതിയേക്കണ കാർ വാസ് ഗിവൻ ആസ് എ ഗിഫ്റ്റ് ടു GD നായിഡു എന്നൊക്കെ പറഞ്ഞ്. ഇതൊരു മെർസിഡീസിൻ്റെ ഒരു 1949 മോഡൽ 170S എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അവിടേക്ക് വരുമ്പോൾ മറ്റൊരു KL11 രജിസ്ട്രേഷൻ ബെൻസ് SLK ആണ്. ഇത് പഴയ മോഡലാണ്, ലാസ്റ്റ് ഇറങ്ങിയ ഈ മോഡലാണെന്ന് അറിയില്ല. ഇവിടെ പോസ്റ്ററിൽ ഇച്ചിരി പുതിയ മോഡലാണ് ചെയ്യുന്നത്. 2011 മോഡലാണ് ആ പോസ്റ്ററിൽ കാണിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ സ്മാർട്ട് 42 എന്ന് പറഞ്ഞൊരു കാറാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പോർഷെ ബോക്സ്റ്ററാണ്, 986 മോഡൽ പോർഷെ ബോക്സ്റ്റർ. അപ്പോൾ ഇവിടെ ഒരു എൻജിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. വെയിറ്റ് ഫോർ 25 seconds എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ബ്രോ. പ്രസ് ചെയ്തിട്ടൊന്നും കേൾക്കാനുള്ള വർക്കിംഗ് അല്ലേ. ഒന്നുകൂടി ചോദിച്ചു. വെയിറ്റ് ഫോർ 10 seconds പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു എൻജിൻ വർക്ക് ചെയ്യണം, നമുക്ക് ഇവിടെ നിന്ന് കാണാം. പിന്നെ ഇവിടെ ഒരു പഴയ BMW 5 Series ആണ്, i28 വേരിയൻ്റ് ആണ്. ഇതിലും ഓണറിൻ്റെ ഒരു ഫോട്ടോ, താങ്ക്സ് ഫോർ ഗിവിങ് ദ കാറിനൊക്കെ സ്റ്റിക്കർ ഉണ്ട്. ബാക്കിൽ ആ ഒരു കാറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കൂടെ കാണാം. ഫോർഡിൻ്റെ ഒരു പഴയ ഒരു ട്രക്ക് കാണാം, നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു ട്രക്ക്. ഇവിടെ ഒരു വെറൈറ്റി വണ്ടിയാണ് കേട്ടോ. ഇത് ഏതാ വണ്ടി എന്നോ, ഫ്രണ്ടിലൂടെ കയറുന്ന ഒരു വണ്ടി. വണ്ടി എന്ന് പറഞ്ഞാൽ വേറത്തെ ഡോർ ബ്രോ, ഫ്രണ്ടിലാണ് ഡോറ്. ഇത് തുറന്നിട്ട് ഇതുപോലെ തന്നെ കയറേണ്ടി വരും. അടിപൊളി. ഇവിടെ വരുമ്പോൾ ഒരു കൂട്ടാക്കാർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഒരു 3 വീലറാണ്. ഇവിടെ 1 2 ബാക്കിൽ നടുക്കൊരു ടയറാണ്, വേറെ ടയറൊന്നും ഇല്ല ഈ വണ്ടിക്ക്. പിന്നെ ആരോ ഒരു ഡോറും ഉണ്ട്. ഫാൻ നോക്കി വീൽ സൈസ് നോക്കി, ചെറിയ സാധനം, ലൈക്ക് അവർ ഓട്ടോ. അങ്ങനത്തെ വണ്ടീനെയൊക്കെ ബബിൾ കാർ അല്ലെങ്കിൽ മൈക്രോ കാർ എന്നൊക്കെ ആയിട്ട് പറയണം. ഒരുപാട് മോഡലുണ്ട്. നമ്മുടെ ഈ ഒരു മോഡലിന് ഫുൾ മൊബൈൽ കാർ, ഫുൾ മൊബൈൽ ബോഡി എന്നാണ് അങ്ങനെ എന്തോ പറയുന്നത്. ഒരുപാട് മോഡലുണ്ട്, 3 വീലറും 4 വീലറും തന്നെ.
മൈക്രോ കാറാ ബബിൾ കാറാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാം. ആ ഒരു എംബ്ലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു റോൾസ് റോയ്സ് സിൽവർ ഷാഡോ എന്ന് പറഞ്ഞ മോഡലാണ്. 1976 മോഡൽ റോൾസ് റോയ്സ് ആണ്. സീറ്റ്സ് കുഷനാ, കുഷൻ സീറ്റും കൊള്ളാല്ലേ. റോൾസ് റോയ്സിൻ്റെ ലോഗോ എല്ലാം അതുപോലെ തന്നെ. ഇതും ഒരു റോൾസ് റോയ്സ് ആണ് കേട്ടോ. ഞാനിപ്പോഴാണ് ഒരു ബോർഡ് വായിച്ചപ്പോഴാണ് കണ്ടത്. ഇതും ഒരു റോൾസ് റോയ്സ് ആയിരുന്നു. കൺവേർട്ടിബിൾ. ഇവിടെ ഒരു ഓസ്റ്റിൻ്റെ ഒരു മിനി വാൻ നമുക്ക് കാണാം. ആ എങ്ങനെ കയറും നോക്കി. ഒരു വാനാണ്, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പഴയ ഒരു മിനി കൂപ്പറായിട്ട് തോന്നുള്ളൂ. ബട്ട് ബാക്കിലേക്ക് ലെങ്ത് ഉണ്ട്. ഉണ്ടോ? നമ്മളപ്പോൾ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. ഇവിടെ നമുക്ക് കൂടുതൽ ഇന്ത്യൻ കാർസിൻ്റെ കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. സൈഡിൽ താഴത്ത് ഉണ്ടായ പോലെ ഒരു വലിയ പോസ്റ്ററൊക്കെ കാണാം. പഴയ ഒരു കോയമ്പത്തൂർ ബസ്സാ ടിൽ വേർ ബ്രോ. പണ്ടത്തെ ഒരു ബസ് നിങ്ങൾക്ക് കാണാം. പഴയ ഒരു കോയമ്പത്തൂർ പഴനി ബസ്സാണ്. ഇതൊരു മേഡ് ഓഫ് വുഡ് ബ്രോ. മേഡ് വിത്ത് വുഡാ. മരം കൊണ്ട് ഇൻറ്റീരിയർ ഫുള്ള് വുഡ് വെച്ച് പണിതൊരു ബസ്സാണ്. അടിപൊളിയാണ് കേട്ടോ. ഹൈറ്റ് നോക്കി, ആ സ്റ്റെപ്പും. ഇത് സ്റ്റീം എൻജിൻ്റെ ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പഴയ കാലത്തല്ലേ, ഉള്ളിൽ ഫുള്ള് വുഡ് വെച്ചൊക്കെ ഡിസൈൻ ചെയ്ത വണ്ടിയാണ്. ഇവിടെ നമുക്ക് ബ്രോ വെറുതെ ചാസ് മാത്രം വെച്ചേക്കണതാണ്. അങ്ങോട്ടേക്ക് കുറേ ഇന്ത്യൻ കാർസ് ഉണ്ട്. നമുക്ക് ഇതിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ ഒരു ഫോർഡിൻ്റെ എസ്കോട്ട് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണിത്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഐക്കൺ പോലെയൊക്കെ തോന്നും, പക്ഷേ ഐക്കണിലും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. ചെറിയൊരു മാറ്റങ്ങളുണ്ടെന്നുള്ളൂ. ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ചേഞ്ച് നമുക്ക് കാണാം. പക്ഷേ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ ഐക്കണിൻ്റെ ആ ഒരു അതേ ഷേപ്പാണ്. പിന്നെ ഇവിടെ ഒരു വാൻ കാണാം. പഴയൊരു വാനാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ക്വാളിസ്. ഓഫ്, ഇതൊക്കെ മ്യൂസിയമായ ഓൾ ദീസ് കാർസ് ബിക്കെയിം മെമ്മറീസ്. ഇതൊക്കെ വന്ന് മ്യൂസിയത്തിലൊക്കെ അറിയാമല്ലോ. ക്വാളിസ്, അതുപോലെ തന്നെ പഴയ പജേറോ. ഹൗ ദിസ് കെയിം ഹിയർ, സ്റ്റിൽ റണ്ണിങ് ഓൺ റോഡ്സ്. ഇതിപ്പോഴും ഓടണ വണ്ടിയാണല്ലോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ സെന്ന്, പഴയ ഇൻഡിഗോ, ടാറ്റ ആര്യ, ഇതെല്ലാം മ്യൂസിയത്തിലാണ് പറയാം. നാനോ വരെ ഉണ്ട്. ഇവിടെ ഒരു നാനോ മുറിച്ചിട്ടേക്കണത്. അവിടെ നാനോയുടെ എൻജിൻ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് കാണാം. ഇത് ഷെവർലയുടെ പഴയ ഒരു കാരവാനാണ്. ഇത് ഏത് വർഷത്തേന്ന് ചോദിച്ചാൽ 1930 1930s കാരവാനാണ്. കാരവാനോ? പെരിയാർ പുള്ളിയുടെ കാരവാനായിരുന്നു. ഇതിൽ കയറുന്നത് ഇതിലായിരുന്നല്ലേ. ഇതാണ് കാരവാൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു വഴി. ഫുള്ളും സോഫയും പിന്നെ ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. അദ്ദേഹം ലോങ്ങൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇതിലേക്കും പോകുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ സാൻഡ്രോ. ഈ അടുത്തൊരു ടെസ്റ്റ് പാസ്സാക്കി കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് ഇവിടെ മ്യൂസിയത്തിലേക്ക്. ഇവിടെ പുതിയ സാൻഡ്രോ
ഒരു പോസ്റ്ററാണ്. സാൻഡ്രോ 1998 to 2014. പിന്നെ നമ്മുടെ പഴയ മാറ്റിസ്, ദേവു മാറ്റിസ്. ഷിപ്പാനിയുടെ ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു മോഡൽ. ഇത് നമ്മുടെ മറ്റേ മിസ്റ്റർ ബീനിൽ കാണുന്ന ഒരു എപ്പോഴും മറിഞ്ഞു വീണ ഒരു വണ്ടിയില്ല, 3 ഡോർ. ഇഫ് ദാറ്റ് സെയിം കാർ? ആ വണ്ടിയാണത്. ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ റെവായുടെ ഒരു ഇലക്ട്രിക് വണ്ടി കാണാം. പക്ഷെ സ്റ്റിൽ നമ്മൾ റോഡിലൊക്കെ കാണുന്ന ഒരു മോഡലാണ്. പ്രോട്ടോടൈപ്പ്. ആ, വേറൊരു 1 ഡോർ ഡീസൽ എഞ്ചിൻ വണ്ടിയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ കാർസിൻ്റെ ആ ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പഴയകാല വണ്ടി തൊട്ട് ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ടാറ്റ ആര്യ വരെ ഇവിടെ നമ്മുടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ റെവ, അത് നമ്മൾ റോട്ടിൽ കാണുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കാളവണ്ടി, അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പഴയ ഒരു ബീറ്റിലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കാർ മ്യൂസിയത്തിൽ ആ ഒരു കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങി. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടൊക്കെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളില്ല. ഞാൻ ഇഷാ യോഗ സെൻ്ററൊക്കെ പോകാനാണ്, പക്ഷേ മഴയാണ്. കോയമ്പത്തൂരിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോയാൽ കിട്ടുമോ എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ പോകല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്ത് ഇവിടെ ഒരു ഹൈവേ ഒക്കെ പണിയുണ്ട്, എങ്ങോട്ടേക്കാണെന്നറിയില്ല. അപ്പോൾ ഇനി റൂമിലേക്ക് പോവാം, പാക്ക് ചെയ്യുക. രാത്രി 10 മണിക്കാണ് ട്രെയിൻ. അതിനിടയിൽ ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.